കർഷകരെ ദ്രോഹിക്കുന്ന നടപടി സംസ്ഥാന സർക്കാർ അവസാനിപ്പിക്കണമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നരേന്ദ്രമോദി സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിലൂടെ മറ്റ് സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് ഗുണം ലഭിക്കുമ്പോൾ സംസ്ഥാനത്തെ കർഷകർക്ക് ദുരിതം മാത്രമാണെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. സംയുക്ത കർഷക വേദിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുൻ കേന്ദ്രമന്ത്രി കൂടിയായ അദ്ദേഹം. മാർച്ചിൽ PRS ബില്ലിനൊപ്പം തൂശനിലയിൽ മണ്ണ് വിളമ്പി കർഷകർ പ്രതിഷേധിച്ചു. ഓണക്കാലത്തും കർഷകർക്ക് ദുരിതം മാത്രം നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത കർഷക വേദിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ നെൽകർഷകരെ ദ്രോഹിക്കുന്ന നടപടി സംസ്ഥാന സർക്കാർ അവസാനിപ്പിക്കണമെന്ന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സമരത്തിന് പിന്തുണ ബി.ജെ.പി. കേരളം, ബി.ജെ.പി. കേരളത്തിന്റെ എല്ലാ പ്രവർത്തകരും ഇത് 100% ഞങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ഇതിന്റെ പിന്തുണ ഞങ്ങൾ തരും. കർഷകരെ നീതി നൽകുന്നവരെ ഞങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടാവും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. എത്രയോ കൊല്ലം കർഷകരെ ദ്രോഹിച്ച, ഇന്നും ദ്രോഹിക്കുന്ന ഒരു സർക്കാരാണ് സംസ്ഥാനത്തിൽ ഭരിക്കുന്നത്. കേരള സംസ്ഥാനത്തെ കർഷകര് പിന്നോട്ട് പോകുന്നു, അവരെ ഇന്നും ദ്രോഹിക്കുന്നു, അവരുടെ സ്ഥിതി പിന്നോട്ട് പോകുന്നു. ഇതിലൊരു മാറ്റം വരണ്ടേ, മാറ്റം കൊണ്ടുവരണ്ടേ? എന്തുകൊണ്ട് ഈ നാട് ഒരു ഫുഡ് സർപ്ലസ് സ്റ്റേറ്റ് ആയൊരു നാട്, എത്രയോ കൊല്ലമായിട്ട് ഫുഡ് സർപ്ലസ് സ്റ്റേറ്റ് ആയൊരു നാട് ഇന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു? പ്രതിഷേധത്തിന്റെ ഭാഗമായി PRS ബില്ലിനൊപ്പം തൂശനിലയിൽ മണ്ണ് വിളമ്പി കർഷകർ പ്രതിഷേധിച്ചു. കൃത്യമായ കണക്കുകൾ നൽകാൻ സംസ്ഥാന സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. 2018 മുതലുള്ള കണക്കുകളാണ് നൽകാനുള്ളത്. അത് നൽകിയാൽ തുടർന്നുള്ള സഹായം ലഭിക്കുമെന്ന് ബി.ജെ.പി. നേതാവും മുൻ മിസോറാം ഗവർണറുമായ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. നാളിതുവരെ കർഷകർ ഉന്നയിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് മന്ത്രിമാർ ഇതേവരെ മറുപടി പറഞ്ഞിട്ടില്ല. അവരതിൽ നിന്നൊക്കെ മാറി മാറി പോവുകയാണ്. കേന്ദ്രം തരട്ടെ, കേന്ദ്രം തരട്ടെ എന്നാണ് പറയുന്നത്. കേന്ദ്രം എന്തിനാണെന്നാണ് ഈ പറയുന്നത്? വെറുതെ ഒരു തുക, ഒരു കോടികളുടെ തുക പറഞ്ഞ് ഏതെങ്കിലും വിധത്തിൽ സാധിക്കുമോ? പണം ആർക്കെങ്കിലും തരാൻ പറ്റുമോ? കേന്ദ്രത്തിനെടുത്ത് കൊടുക്കാൻ പറ്റുമോ? എന്തിൻ്റെ പേരിലാണ്, ഏത് ചെലവിനത്തിലാണ്, ഏത് വകയിലാണ് ഈ തുക തരേണ്ടത് എന്ന് ചോദിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചോദിക്കുകയാണ്. 2018-19 മുതൽ 2023-24 വരെ ഏതാണ്ട് 6 വർഷക്കാലത്ത് കണക്ക് ഇതേവരെ സമർപ്പിച്ചിട്ടില്ല. ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. 18 മുതലുള്ള കണക്ക് കൊടുത്തിട്ടില്ല, ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് കേന്ദ്രം പണം തരുന്നത്? എന്തടിസ്ഥാനത്തിലാണ്? വെറുതെ ഒരു 2360 കോടി രൂപ തരണം എന്ന് പറഞ്ഞാൽ ആര് കൊടുക്കാനാണ്? സംഭരിച്ച നെല്ലിന്റെ വില 48 മണിക്കൂറിനുള്ളിൽ ലഭ്യമാക്കുക, വെട്ടിക്കുറച്ച സംസ്ഥാന വിഹിതം പുനഃസ്ഥാപിക്കുക, വന്യമൃഗശല്യം തടയുവാനുള്ള നടപടികൾ ആരംഭിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ബി.ജെ.പി. നേതാക്കളായ S. കൃഷ്ണകുമാർ, കരമന ജയൻ, V. രാജേഷ് തുടങ്ങി നിരവധി പേർ മാർച്ചിന്റെ ഭാഗമായി. ജനം, തിരുവനന്തപുരം.